എങ്കിൽ പൊയ്ക്കോ, പോവാ നോക്ക്. സാരമില്ല, പോട്ടെ. ഒന്നും നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ. എന്നാലും ഈ വീട് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാവും അക്ഷര. ഞാൻ തങ്കച്ചിയോട് വെറുതെ പറഞ്ഞല്ല. ഈ വീട് തിരിച്ചു പിടിക്കാനുള്ള വഴികൾ നമുക്ക് നോക്കാം. അത്ര എളുപ്പത്തില് അവർക്ക് ഇവിടെ കയറി താമസിക്കാൻ പറ്റില്ല. വാ പോവാം. വാ. സിദ്ധു, ജയശങ്കർ സാറിന്റെ വീട് തങ്കച്ചി കയ്യേറിയത് അറിഞ്ഞല്ലോ അല്ലേ? അവിടെ താമസിച്ചിരുന്ന എല്ലാവരെയും കണ്ണിച്ചോറില്ലാതെ തങ്കച്ചി ഇറക്കി വിട്ടു. അയ്യോ, അപ്പം അവരൊക്കെ ഇനി ഇങ്ങോട്ട് പോകും? വാടക വീട്ടിലേക്ക് മാറുന്നാ കേട്ടത്. അല്ലാതെ കടത്തിന്റെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയതാ. എന്തടിസ്ഥാനത്തിലാ തങ്കച്ചി അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. നിയമപരമായ എന്തെങ്കിലും സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അത് വേണം സിദ്ധു. അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. എന്നാ ഞാൻ പോയിട്ട് വന്നിട്ട് വിളിക്കാം. ശരി. തനിക്ക് സുഖമല്ലേ? അങ്ങനെ പോകുന്നു സിദ്ധു. ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാട്ടോ. നേരം കിട്ടുന്നില്ല, പല പല ഓട്ടങ്ങളിലാ. ഒന്ന് ഫ്രീ ആവട്ടെ എന്ന് വെച്ചാ ഫ്രീ ആവില്ല എന്ന്. അതുകൊണ്ട് വിളി പ്രതീക്ഷിക്കണ്ട എന്നല്ല ഉദ്ദേശിച്ചത്. കൂടുതൽ സംസാരിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. വെച്ചോളൂ. അവരെ മുഴുവൻ ആ തങ്കച്ചി എന്ന് പറയുന്നവരെ ഇറക്കി വിട്ടല്ലേ? എങ്ങനെയാ അറിഞ്ഞ? അതൊക്കെ ഞങ്ങൾ അറിയും. നന്നായതേ ഉള്ളൂ. അവർക്ക് അങ്ങനെ തന്നെ വേണം. വല്ലവരുടെ മുതല് തട്ടിയെടുക്കുമ്പോ ഓർക്കണമായിരുന്നു എന്നെങ്കിലും തിരിച്ചടി കിട്ടൂന്ന്. അർഹതയില്ലാത്ത മുതല് അനുഭവിക്കാൻ പറ്റൂന്നാണോ വിചാരം? ഒരിക്കലുമില്ല. വലത് കൈകൊണ്ട് തട്ടിയെടുത്തത് ഇടത് കൈകൊണ്ടങ്ങ് പോവും. ഒരാൾ നശിച്ചു എന്ന് കാണുമ്പോ നിങ്ങളെ കാണിക്കുന്ന സന്തോഷമുണ്ടല്ലോ, അതത്ര നല്ലതിനല്ല കേട്ടോ. നമുക്ക് കിട്ടാനുള്ള കാശ അവര് വഞ്ചിച്ച് സ്വന്തമാക്കിയത്. അതിനെക്കുറിച്ച് എന്താ പറയാത്ത? അയാൾ സത്യസന്ധനായിരുന്നെങ്കിൽ എങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഗതികേട് വന്നു? ഇറക്കി വിട്ടവരെ വിളിച്ച് അഭിനന്ദിക്കണം. അവരാ തന്റെ ഉള്ള സ്ത്രീ. എന്തെന്നാ ഒരു സങ്കടം. നീ വാ പാർവതി. മോളെ, അവരിനെ അങ്ങോട്ട് പോകും. അറിയില്ല അച്ഛാ. എന്തായാലും സിദ്ധു അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ സിദ്ധു ശരിയാക്കാതിരിക്കില്ല. സാധിച്ചാ മതിയായിരുന്നു. ആദ്യം ഞാൻ നിങ്ങളെ ചീത്ത പറയേണ്ടത്. ഇങ്ങനെ രണ്ടുപേരുണ്ടായിട്ടും ആ വീട് തങ്കച്ചിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര നാണക്കേടാ. ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നെന്നാ സിദ്ധു പറയുന്നത്? ഈ നാട്ടിലെ നിയമമില്ലേ, കോടതിയില്ലേ? വേണ്ട, നിങ്ങൾക്ക് എന്നെങ്കിലും ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? സിദ്ധു വിളിക്കാതിരുന്ന മനഃപൂർവ്വമല്ല. സാർ ഒന്നിനോടും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന മനുഷ്യനോട് എന്തു പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും.
അതാ ഞാനിങ്ങോട്ട് വന്നത്. ഇത് കയ്യേറ്റമാണ്, മസിൽ പവർ കാണിച്ച് ഒഴിപ്പിക്കൽ. ഇത്തരക്കാരോട് നിയമം ഒരു ദയം കാണിക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ച് ജയശങ്കർ സാറ് കളക്ടർക്ക് ഒരു പരാതി കൊടുക്കണം. പ്രതി തങ്കച്ചി, പരാതി ഞാൻ എഴുതരാം. കളക്ടർ ഇടപെടുന്നുറപ്പാ. ഡാഡി അതിനെ സമ്മതിക്കുമെന്ന്? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. 2 അനുകൂല ഘടകങ്ങൾ ഇവിടെ നമുക്കുണ്ട്. ഒന്ന്, ജയശങ്കർ സാറിന്റെ പ്രായം, സീനിയർ സിറ്റിസൺ എന്ന പദവി. 2, ജയശങ്കർ സാറിന് സമൂഹത്തിലുള്ള റെപ്യൂട്ടേഷൻ. ഇത് 2 നമുക്ക് ഗുണം ചെയ്യും. വീട് അവരുടെ കയ്യിലായി കഴിഞ്ഞ സിദ്ധു, നമ്മൾ വൈകി പോയില്ലേ? വൈകി എന്നുള്ളത് നേരാ. ഒഴിയുന്നതിന് മുൻപ് ഇതൊക്കെ നമ്മൾ ചെയ്യണമായിരുന്നു. പറ്റിപ്പോയില്ലേ എന്ന് വെച്ച് നമ്മൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? കയ്യേറിയ വീട് ഒഴിപ്പിക്കാൻ അധികാരമുള്ളവർക്ക് തന്നെയാ പരാതി കൊടുക്കുന്നത്. കളക്ടർക്ക് കൊടുക്കുന്ന പരാതിയിൽ തീർപ്പായില്ലെങ്കിൽ നമ്മൾ കോടതിയിൽ മൂവ് ചെയ്യും. താമസിക്കാൻ ജയശങ്കർ സാറിന് വേറെ വീടില്ല എന്നുള്ളതും തങ്കച്ചിക്ക് അതുണ്ടെന്നുള്ളതും കോടതി പരിഗണിക്കും. കോടതിയുടെ മുൻപിലൊന്നും എത്തേണ്ടി വരില്ല. RDO ലെവലിൽ തന്നെ ഈ പ്രശ്നം തീരുകയും ചെയ്യും. എന്തു പറയുന്നു? അത് ഡാഡി ആയതുകൊണ്ട് ഡാഡിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നല്ല പാടാ. അതെനിക്ക് വിട്ടേക്ക്, അതൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങളൊക്കെയാണോ? ഓക്കെയാണ്. സിദ്ധുവിന് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാം. പക്ഷേ ഗ്യാരണ്ടി തരണം എല്ലാം ശരിയാവുമെന്ന്. അല്ലെങ്കിൽ നാണക്കേടാ. അതെ, ഇനി ഒരു നാണക്കേട് കൂടി സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. എങ്കിലാ ഞാൻ പറയുന്നു, തങ്കച്ചി കയ്യേറിയ വീട് ഞാൻ തിരിച്ചു പിടിച്ച് തന്നിരിക്കും. ഇതേ എന്റെ ഉറപ്പാ. മതി, ഈ ഉറപ്പ് മതി. ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങളുണ്ട് കൂടെ. എന്നാ ഇനിയൊരു ചായ ആവാം. ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ. ഞാനിപ്പോ എടുക്കാം. ഒരു മിനിറ്റ്. ഹലോ. ഇവിടെയാണോ സ്വാമി ഞാൻ ഇനി താമസിക്കേണ്ടത്? എന്താ സാറിന് സ്ഥലം ഇഷ്ടപ്പെട്ടില്ല? ഇല്ല. പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഇതാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് മാറാം. വേറെ സ്ഥലം നോക്കാം ഞാൻ. ഇത്രയും ചെറിയ മുറിയിൽ ഞാനിതുവരെ താമസിച്ചിട്ടില്ല സ്വാമി. ഇപ്പൊ നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ സാർ? കൊക്കിൽ ഒതുങ്ങണല്ല കൊത്താൻ പറ്റൂ. സ്വാമിക്കറിയാമല്ലോ, എൻ്റെ മോളും പെങ്ങളും ഒക്കെ എന്നെ വിളിച്ചതായിരുന്നു. ആ ക്ഷണമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ സ്വാമിയോടൊപ്പം വന്നത് ആരുടെയും കാല് പിടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു ചെറിയ മുറിയിൽ ഒതുങ്ങിക്കൂട്ടേണ്ടി വരുമെന്ന് ഞാൻ തീരെ കരുതിയില്ല. 1-2 ദിവസത്തേക്ക് സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് വേറെ നല്ല ശരിയാക്കാം. ഞാനല്ലേ പറയണത്, ശരിയാക്കും സാറാ. സാറ് വിശ്രമിക്ക്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ചായ എന്തെങ്കിലും വേണമെങ്കിൽ സാറ് റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞാൽ മതി, അവർ കൊണ്ടുവന്ന് തന്നോളൂ. ശരി സാർ. എന്താ, എന്ത് വേണം? സാറിപ്പോൾ എവിടെയാ താമസം?